ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടൊരു മുയൽ റോസ്റ്റാണ് കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടൊരു മുയൽ റോസ്റ്റാണ്. അതുപോലെ തന്നെ ഈ മുയൽ റോസ്റ്റ് ഞാൻ സെർവ് ചെയ്തിരുന്നത് നല്ല ഗോതമ്പ് പുട്ടിനോടൊത്താണ്. ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയൂ കേട്ടോ. അപ്പം നമുക്ക് പോയി നോക്കിച്ച് വരാം. ഒരു അടിപൊളി മുയൽ റോസ്റ്റ് വളരെ വ്യത്യസ്തമായിട്ട് വളരെ രുചികരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഈ മുയൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരുന്നത് 200-300 ഭാരമുള്ളൊരു ലൈവ് മുയലായിരുന്നു കേട്ടോ. 200-300ഓളം ഭാരമുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം 1-200, 1-300 ഇപ്പോഴത്തെ ഭാരം. ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കണം കേട്ടോ. കഴുകുന്നതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. മുയൽ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് ഞാൻ ഇനിയിപ്പോൾ മുറിച്ചെടുക്കാൻ പോവുകയാണ്. ചെറിയ പീസസായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്ത് നല്ല പോലെ ഒരതി ഒത്തിരി വെള്ളത്തിൽ നല്ല ക്ലീനായിട്ട് ഞാനിവിടെ കഴുകിയെടുക്കുകയാണ്. മുയലിറച്ചിയൊക്കെ നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനൊരു സ്റ്റെയിനറിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ തോർന്ന് റെഡിയായിരിക്കും. ഇനി ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ടൊരു സോസ് പാനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സോസ് പാനൊക്കെ ഒന്ന് ഫ്ലെയിം കത്തിച്ചു കൊടുക്കാം. അതിനുശേഷം സോസ് പാൻ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് ഈ പ്രിപ്പറേഷൻ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, വലിയ ജീരകം. അടുത്തതായി ഞാനൊരു 1/4 കിലോ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തോലെല്ലാം പൊളിച്ചു മാറ്റി കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. മുഴുവനോട് കൂടി ഒരു 1/4 കിലോ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിലൊരു 200 ഗ്രാം ചെറിയുള്ളിയെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു 50 ഗ്രാം മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് പിന്നെ ചേർക്കാൻ ആവശ്യത്തിനാണ്. ഒരു 200 ഗ്രാം ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ്. നമുക്ക് ചെറിയുള്ളിയാണ് ഈ പ്രിപ്പറേഷന് കൂടുതൽ രുചി കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫുള്ളി സവോള വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതിനുശേഷം ഒരു ചെറിയ 2 സവോളയും കൂടെ നല്ല സ്ലൈസ് ആയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് മൊത്തം ഒരു 5 സവോള വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ചെറിയുള്ളിയും സവോളയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സോസ് പാൻ ഒന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഞാൻ സോസ് പാനൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനിവിടെ 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മുയലിറച്ചിയൊക്കെ ഒന്ന് എരിവിൽ വെക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 5 മുളക് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ, അത്യാവശ്യം വലുപ്പമുള്ള 2 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നല്ല പോലെ ഒന്ന് മാറി വരണം കേട്ടോ. ഈ സമയം ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൈവച്ച് നന്നായിട്ട് പിച്ചിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നല്ല രീതിക്ക് തന്നെ മാറി വരണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ്സ് ഞാനിത് അടച്ച് വെക്കുകയാണ്. 5 മിനിറ്റിന് ശേഷം ഞാൻ സോസ് പാൻ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് കുഴഞ്ഞ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല പോലെ സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഇപ്പം ഇറച്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉള്ളിയുടെ മസാലയൊക്കെ നല്ല പോലെ ഇറച്ചിയിലൊന്ന് കോട്ട് ചെയ്ത് വരുന്നവരേക്കും നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉള്ളി മസാലയൊക്കെ നല്ല പോലെ ഇറച്ചിയിൽ കോട്ട് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നല്ല പോലെ അടച്ച് വെച്ച് 10-15 മിനിറ്റ് ഒരു മീഡിയം മുതൽ സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് കുക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു
15 മിനിറ്റിന് ശേഷം ഞാൻ സോസ് പാൻ ഒന്ന് തുറന്ന് നോക്കി. ഇപ്പം റാബിറ്റിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല പോലെ ഒരു 15 മിനിറ്റ് ഒരു പകുതി കുക്കായി വന്നിട്ടുണ്ട്. മീറ്റൊക്കെ ഒരു പകുതി കുക്കായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് വീണ്ടും അടച്ച് വെച്ച് ഒരു 15 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. വീണ്ടും ഒരു 15 മിനിറ്റിന് ശേഷം വീണ്ടും ഞാൻ സോസ് പാൻ തുറന്ന് നോക്കിയായിരുന്നു. അപ്പോഴത്തേക്ക് വീണ്ടും ഇറച്ചി ഒരു 1/4 ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല പ്രിപ്പയർ ചെയ്യണം. അപ്പം നമുക്ക് ആ മസാല പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാൻ ഞാൻ ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തു. സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഒരു ചെറിയ പട്ടയുടെ കഷ്ണം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 6 മുതൽ 7 ഏലക്ക പീസസ് ആഡ് ചെയ്തിട്ടുണ്ട്. 7 മുതൽ 8 ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ആഡ് ചെയ്ത് നല്ല പോലെ മസാലയൊന്ന് ചൂടാക്കി. അതിനുശേഷം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ മസാലയൊന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഈ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സറിൻ്റെ ജാറിലിട്ട് ഞാൻ ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കും കേട്ടോ. ഇപ്പോൾ ഒരു 1/4 ഭാഗം വെന്ത് റെഡിയായിരിക്കുന്ന ഇറച്ചിയിലോട്ട് നമുക്കിനി ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ മസാല പൗഡേഴ്സ് നമുക്ക് മുഴുവനോടുള്ള നമ്മുടെ ഉണക്കമുളകിലും മുഴുവനോടുള്ള മല്ലിയും കൂടെ വറുത്ത് അങ്ങനെ പൊടിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ പൊടിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. മുന്നേ ഉള്ള കാലങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി പൗഡേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മുഴുവനോടുള്ള കുരുമുളക് നിങ്ങളതിൽ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും മസാലയിൽ ആഡ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടായിരുന്നത് കൊണ്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടൊമാറ്റോ ക്യൂബ് പീസസ് ആയിട്ട് കട്ട് ചെയ്തതും നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, അതിനൊരു 50 ഗ്രാം ചെറിയ ഉള്ളിയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ചേർത്തിരുന്നു. ഇനിയിപ്പോൾ ഇറച്ചിക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഉപ്പ് ചേർത്തിട്ടല്ല നമ്മൾ മീറ്റ് വേവിച്ചെടുത്തിരുന്നത്. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു 10 മിനിറ്റും കൂടെ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി ടൊമാറ്റോ ഒക്കെ ഒന്ന് സോഫ്റ്റായി വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ സോസ് പാൻ വീണ്ടും തുറന്ന് നോക്കി. അപ്പോൾ നല്ല പോലെ സോഫ്റ്റായിട്ട് ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റായി ചെറിയുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി പ്രിപ്പറേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഇതിനകത്തോട്ട് ചെറുതായിട്ട് വളരെ കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു 3-4 കറിവേപ്പിലയും കൂടെ പിച്ചി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കുകയാണ്. ഗ്യാസ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു. നല്ല ഒരു ടേസ്റ്റി ആയിട്ടൊരു റാബിറ്റ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയൂ കേട്ടോ. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, റെസിപ്പി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ പറയുക. ഓക്കെ, അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരയ്ക്കും താങ്ക് യു, ബൈ.